മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുരേഷ് റെയ്ന അഭിനയ രംഗത്തേക്ക്. നവാഗത സംവിധായകൻ ലോകൻ സംവിധാനം ചെയ്യുന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് സുരേഷ് റെയ്ന നടനായി അരങ്ങേറ്റം കുറിക്കുന്നത്. ഡ്രീം നൈറ്റ് സ്റ്റോറീസ് നിർമ്മിക്കുന്ന ചിത്രം ക്രിക്കറ്റ് ആസ്പദമാക്കിയുള്ളതായിരിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയത്. ഒക്ടോബറോടെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കും. വിവാദങ്ങൾക്കിടയിലും ആഗോള റിലീസിൽ വിജയം നേടി സർദാർ ജി 3. ദിൽജിത്ത് ദോസഞ്ചിന്റെ ഹൊറർ കോമഡി ചിത്രം ഒരാഴ്ചയ്ക്കുള്ളിൽ വിദേശത്ത് 33.60 കോടി രൂപയാണ് നേടിയത്. പാകിസ്ഥാനി താരം ഹാനിയ അമീർ നായികയായി എത്തുന്നുവെന്ന കാരണത്താൽ ചിത്രം ഇന്ത്യയിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരുന്നില്ല. ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ വിഷ്ണു മഞ്ജു നായകനായ തെലുങ്ക് ചിത്രം കണ്ണപ്പ. 150 കോടിയിലധികം ചെലവേറിയ ചിത്രം ആഗോളതലത്തിൽ ഇതുവരെ നേടിയത് 40.50 കോടി മാത്രം. തെലുങ്കിൽ നിന്നും 25 കോടിയും തമിഴ്നാട്ടിൽ നിന്നും 1.83 കോടിയും കേരളത്തിൽ നിന്നും 80 ലക്ഷം രൂപയുമാണ് ചിത്രം നേടിയത്. ആസിഫ് അലി നായകനാകുന്ന പുതിയ ചിത്രം ടിക്കി ടാക്കയിലെ നസ്ലിന്റെ കഥാപാത്രത്തിന്റെ സൂചന നൽകി സംവിധായകൻ രോഹിത് VS. കയ്യിൽ തോക്കുമായി കടൽ തീരത്ത് നിൽക്കുന്ന നസ്ലിന്റെ ചിത്രമാണ് സംവിധായകൻ പുറത്തുവിട്ടത്. നഷ്ടങ്ങൾ അവന്റെ കയ്യിലൊരു തോക്ക് നൽകി, സ്നേഹം അവനെ ഒരു പുരുഷനാക്കി എന്ന അടിക്കുറിപ്പോടെയാണ് രോഹിത്തിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ, ഇബ്ലീസ്, കള എന്നീ സിനിമകൾക്ക് ശേഷം രോഹിത് VS സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ടിക്കി ടാക്ക. ഋഷി അശോകൻ, ലുക്മാൻ അവറാൻ, വാമിക ഗബി, സഞ്ജന നടരാജ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന താരം. സൈജു കുറുപ്പ് നായകനായി പുതിയ ചിത്രം ഫ്ലാസ്കിന്റെ ട്രെയിലർ പുറത്ത്. PSO ജ്യോതിക കുമാർ എന്ന വേഷത്തിലാണ് സൈജു കുറുപ്പ് ചിത്രത്തിലെത്തുന്നത്. രാഹുൽ റിജി നായർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സുരേഷ് കൃഷ്ണ, സിദ്ധാർത്ഥ് ഭരതൻ, അശ്വതി ശ്രീകാന്ത്, ബാലചന്ദ്രൻ ചുള്ളിക്കാട് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ.